സഹപാഠികളെ, സുഹൃത്തുക്കളെ, സമയം വളരെ വൈകി. 1:30 മണിക്ക് നിർത്തണമെന്നാണ് സംഘാടകർ പറഞ്ഞത്. ചുരുക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാനും ചുരുങ്ങുന്നു. ഞാൻ നിങ്ങളോട് ഒരു ക്ഷമാപണം ചെയ്യുകയാണ്. ഈ യോഗത്തിന് വളരെ വൈകി എത്തിയൊരു വ്യക്തിയാണ് ഞാൻ. നേരത്തെ എത്തേണ്ടതായിരുന്നു. ഞാൻ 38 വർഷം ഗൾഫിലായിരുന്നു ജോലി. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഒരു പാലിയേറ്റീവിൽ സേവനം ചെയ്യുകയാണ്. പാലിയേറ്റീവ് ഞായറാഴ്ച വെച്ച് എല്ലാ ദിവസവും ഡോക്ടറുണ്ടാകും. കാലത്തെ അവിടെ ഡോക്ടറുണ്ടായിരുന്നു. ഡോക്ടർ പോകുന്നത് വരെ എനിക്ക് വരാൻ പറ്റില്ല. ഡോക്ടർ പോയതിന് ശേഷം ഹോം കെയർ ഉണ്ട്. പക്ഷേ ഹോം കെയർ ഒഴിവാക്കിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ 1978-79 കാലഘട്ടം വരെ ഈ കോളേജിലെ ഫിസിക്സിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. 77-78 കോളേജ് എക്സിക്യൂട്ടീവ് മെമ്പറും 78-79 കാലഘട്ടത്തിൽ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അന്ന് സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, പൊതുപ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇവിടെ സയൻസ് ബ്ലോക്ക് നിർമ്മാണം കഴിഞ്ഞിട്ടും അത് ഓപ്പൺ ചെയ്യാതെ ഇന്ന് കാലം വൈകിയ അവസരത്തിൽ അതിനുവേണ്ടി സമരം ചെയ്ത് ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ ഒന്ന് ഞാനുമായിരുന്നു. ഞാൻ പിന്നീട് BSc കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് പോയി. നിങ്ങളെപ്പോൾ ഈ കാണുന്ന ഈ കൂട്ടായ്മ കാണുമ്പോൾ അന്ന് ചെയ്തതൊരു ബുദ്ധി മോശമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബുദ്ധിയുണ്ടോ എന്ന് നിങ്ങളാരും ദയവേദി ചോദിക്കുകയും ചെയ്യരുത്. പിന്നെ ഞാൻ ഈ സ്ഥലവാസി തന്നെയാണ്, ഒഞ്ചിയം സ്വദേശിയാണ്. 1964 ഇവിടെ ഈ കോളേജ് വരുന്നത്. MR നാരായണക്കുറുപ്പിൻ്റെ അക്ഷീൻ്റെ പരിശ്രമമാണ് ഇവിടെ ഈ കോളേജ് വരാൻ കാരണം. സത്യത്തിന് കോളേജ് വടകരയിലേക്കായിരുന്നു പോയത്. പക്ഷേ 1958 കേരള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും MR നാരായണക്കുറുപ്പും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇവിടെ കോളേജ് സ്ഥാപിക്കണമെന്ന് MR ആവശ്യപ്പെടുകയും അന്ന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഒരു ഉപാധി വെച്ചു. 50,000 രൂപയും കോളേജിനുള്ള സൗകര്യങ്ങളും തന്നാൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ MR നാരായണക്കുറുപ്പ് പ്രഗത്ഭരായ ആളുകളെ, കർത്തന രാജാവിനെ പോലെയുള്ള ആളുകളെയൊക്കെ കണ്ട് അദ്ദേഹത്തിന് അക്ഷര പരിശ്രമഫലമായിട്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞ സമയത്ത് തന്നെ ആ പൈസ ശരിയാക്കി. 64 ഇവിടെ കോളേജ് വന്നപ്പോൾ അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ ശ്രീമാലിയാണ് ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ കോളേജ് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അധ്യക്ഷന് ഒരു മിനിറ്റ് കൂടി ഞാൻ പറയാം. ഈ പ്രദേശം മടപ്പള്ളി, ഈ പ്രദേശത്തിൻ്റെ പേര് മടപ്പള്ളി എന്നല്ല. ഇതിൻ്റെ പേര് ഊരാളുങ്കെന്നോ അല്ലെങ്കിൽ കുളങ്ങര എന്നായിരുന്ന പേര്. ഇവിടെ മടപ്പള്ളി എന്ന പേരേ ഈ സ്ഥലത്തിനില്ല. മടപ്പള്ളി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ന് മടപ്പള്ളി ഹൈസ്കൂൾ ചെയ്യുന്നതിൻ്റെ പടിഞ്ഞാറ് കടൽ തീരത്ത് മടപ്പള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് മടപ്പള്ളി. അങ്ങനെ 1936 കാലഘട്ടത്തിൽ മദ്രാസ് ഗവൺമെൻറ് ഫിഷറീസ് മേഖല, അതായത് കടൽ തീര മേഖലകളിലെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കാൻ വേണ്ടി കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ എടപ്പാള മുതൽ കാഞ്ഞങ്ങാട് വരെ സന്ദർശിച്ചിട്ട് 10 സ്കൂളുകൾക്ക് അവിടെ ശുപാർശ ചെയ്തു. അങ്ങനെ മടപ്പള്ളി കടപ്പുറത്ത് ഒരു സ്കൂൾ തുടങ്ങി. ആ സ്കൂളിലെ പ്രഥമ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ബാഹുല്യം കണ്ടപ്പോൾ മദ്രാസ് ഗവൺമെൻറ്റിനും ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടെ ഒരു കോളേജ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാകുകയും ആ അടിസ്ഥാനത്തിൽ 1948 മടപ്പള്ളിയിലാണ് ആദ്യമായിട്ട് PUC ക്ലാസ് തുടങ്ങുന്നത്. അന്ന് വലിയ കെട്ടിടമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കെട്ടിടത്തിൽ ഒരു കർട്ടനിട്ട് ഒരു ഭാഗത്ത് കോളേജ്, ഒരു ഭാഗത്ത് ഹൈസ്കൂള്. പിന്നീട് ആ കോളേജ് 1958 ഇന്ന് മടപ്പള്ളി ഹൈസ്കൂൾ ചെയ്യുന്ന സ്ഥലത്ത്, അന്നതിന് ചവോക്ക് പറമ്പ് എന്നാണ് പേര്, അവിടത്തേക്ക് വന്നത്. 58 ശേഷം 64 ഇവിടെ ഈ കോളേജ് വരുന്നത്. ഈ കോളേജ് അതുവരെ ഇതൊരു പിന്നോക്ക പ്രദേശമായിരുന്നു. കോളേജ് വന്നതിന് ശേഷം നമ്മളെല്ലാവരും വളരെ വിദ്യാസമ്പന്നരായി. ചിലപ്പോൾ ഇവിടെ ഈ കോളേജ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും ചിലപ്പോൾ PSc പഠിക്കുമായിരുന്നില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. സമയം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. മടപ്പള്ളി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒഞ്ചിയമിൻ്റെ ഗ്രാമം. അതിൽ മടപ്പള്ളി കോളേജിനെ പറ്റിയും മടപ്പള്ളി ഹൈസ്കൂളിനെ പറ്റിയുള്ള ഞാനത് വിശദീകമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് സന്ദർഭം തന്ന എൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ അജിത് പാലയാട്.